ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കണക്ട് സൈഡർ ആണ്. കണക്ട് സൈഡർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മൾട്ടി ടെനന്റ് ആയിട്ടാണ്. അത് മെയിനായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അസോസിയേഷൻസ്, ഗ്രൂപ്പ്സ്, അതേപോലെ ഫാമിലി ഗ്രൂപ്പ്സ്, അങ്ങനെയുള്ള ഒരു ക്ലയൻസിനെയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ കണക്ട് സൈഡർ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രണ്ട് സെക്ഷൻ ആയിട്ടാണ്. ഒന്ന് അഡ്മിൻ പാനലായിട്ടും രണ്ടാമത് അതിന്റെ ക്ലയന്റ് സെക്ഷനും. ഇവിടെ അഡ്മിൻ ആണ് ഒരു ക്ലയന്റിനെ കംപ്ലീറ്റ്ലി ഓൺബോർഡ് ചെയ്യുന്നത്. അഡ്മിന് ആ ക്ലയന്റിന് അവരുടെ ലാൻഡിംഗ് പേജ് മുതൽ അവർക്ക് ഏതൊക്കെ മോഡ്യൂൾസ് ആണോ അസൈൻ ചെയ്യേണ്ടത് അതെല്ലാം അഡ്മിൻ പാനലിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. റെക്കോർഡിംഗ് സാർ റെക്കോർഡിംഗ് വേണം. റെക്കോർഡിംഗ് തോന്നണം ഇതില് ഓക്കെ, ഇതാണ് നമ്മുടെ അഡ്മിൻ്റെ ഒരു ഡാഷ്ബോർഡ് വരുന്നത്. അഡ്മിൻ പാനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇത് ക്ലയന്റ് യൂസ് ചെയ്യുന്നതല്ല, നമ്മളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊന്നും നമ്മളതിനെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. ഫങ്ഷണാലിറ്റി മാത്രമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അഡ്മിറ്റ് ഒരു ഡാഷ്ബോർഡ് വരുന്നത്. ഇവിടെ നമുക്ക് ക്ലയന്റ് ഓവർവ്യൂ എന്ന് പറയുന്നത് ക്ലയൻസിന്റെ ലിസ്റ്റാണ്. നമ്മൾ എത്ര ക്ലയൻസ് ആണ് ഇവിടെ ഈ ഒരു കണക്ട് സൈഡറിലുള്ളത് എന്നതാണ്. ഇവിടെ നമ്മൾ BNI, അതേപോലെ കൊച്ചുപറമ്പിൽ, ദെൻ HEF, ഇത്രയും ക്ലയൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ആ ക്ലയന്റ് എന്നാണ് ഈ നമ്മുടെ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്, അവരുടെ ഏത് കളർ കോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ദെൻ അവർക്ക് നമ്മളിപ്പോൾ അഡ്മിൻ പാനൽ വഴി എത്ര റോൾസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ദെൻ അവരെ വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ദെൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഒരു ക്ലയന്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്ലയന്റിനെ ഓൺബോർഡ് ചെയ്യുന്നത്. ഇവിടെ ക്ലയന്റിന്റെ നെയിം കൊടുക്കാം, ദെൻ എന്നാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഡേറ്റ്, ദെൻ അവരുടെ ലോഗോ, കമ്പനി ഡീറ്റെയിൽസ്, അതായത് കമ്പനിയുടെ ഒരു സബ് ടൈറ്റിലും ദെൻ കമ്പനിയുടെ ഒരു എബൌട്ട് ഡിസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് അവരുടെ കളർ കോഡ്, ഒരു സ്പെസിഫിക് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കളർ കോഡ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. ദെൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ക്ലയന്റിലേക്ക് ഓരോ മോഡ്യൂൾസും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു ക്ലയന്റ് ആണ് HEF തൃപ്പൂണിത്തറ എന്ന് പറയുന്നത്. ഇവിടെ HEF തൃപ്പൂണിത്തറയിൽ നമ്മൾ അവരുടെ ലീഡേഴ്സിനെയാണ് ഇവിടെ ഇനീഷ്യലി ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് ഒരു നേരത്തെ ഞാൻ പറഞ്ഞു അവരുടെ ജസ്റ്റ് ഒരു ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഇത് ഓൾറെഡി നമ്മൾ ക്ലയൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പുതിയതായിട്ട് ഞാനൊരു ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി ഉള്ളൊരു ക്ലയന്റ് ഞാൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ അവർക്ക് അതേപോലെ ഏതൊക്കെ മോഡ്യൂൾസ് ആണോ വേണ്ടത് അതൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു കണക്ട് സൈഡർ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ എന്തോ കേട്ടില്ലായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം.
അപ്പൊ നമുക്ക് ഡിഫറെന്റ് ലെവൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ലെവല്, ഡിസ്ട്രിക്ട് ലെവല്, അങ്ങനെ ഓരോ ലെവൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ലെവൽസിലേക്ക് നമുക്ക് ഏതൊക്കെ മോഡ്യൂൾസ് ആണോ വേണ്ടത് അത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഓരോ ലെവലിലും നമുക്ക് അഡ്മിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിലേക്കുള്ള റോൾസ് ക്രിയേറ്റ് ചെയ്യാം. ആ റോളിനനുസരിച്ചിട്ട് നമുക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു കണക്ട്സ് ആയിട്ടുള്ള ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്ലയന്റിന് 2 ലെവലാണുള്ളത്. ഒന്ന് അവരുടെ ചാപ്റ്റർ മെയിൻ, അതായത് ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ദെൻ അവരുടെ നോർമൽ മെമ്പേഴ്സിന്റെ ഒരു ലെവലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 2 ലെവലാണ് അവിടെ ഉള്ളത്. ഇനി അഡീഷണൽ ഒരു ലെവൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ലെവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ലെവലായിട്ട് വരും. ആ ലെവലിൽ നമ്മൾ പേര് കൊടുക്കുന്നത് ഇവിടെ താഴെയാണ് നമ്മളിവിടെ ഒരു നെക്സ്റ്റ് ലെവൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ താഴെ 3ാമത്തെ ലെവലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ലെവലിലേക്ക് നമുക്ക് ഇവിടുന്ന് റോൾസ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അതിലേക്ക് മോഡ്യൂൾസും അസൈൻ ചെയ്യാം. ഇനി എന്തെങ്കിലും ആ ലെവൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇനി എങ്ങനെയാണ് ഈ ഒരു ക്ലയന്റിന്റെ ലാൻഡിംഗ് പേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ ഈ ഒരു ക്ലയന്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ഇതാണ് ക്ലയന്റിന്റെ ഒരു ലാൻഡിംഗ് പേജ് വരുന്നത്. ഇവിടെ അവരൊരു റിക്വയർമെന്റ് ഫ്രണ്ട് ഇതിൽ തന്നെ അവർക്ക് അവരുടെ ലോഗോ ഡിസ്പ്ലേ ചെയ്യിക്കണമെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് അവരുടെ എബൌട്ട് ഉണ്ട്. ദെൻ അവരുടെ മിഷനും കാര്യങ്ങളുണ്ട്. ദെൻ അവരുടെ ലീഡേഴ്സ്. ആ ലീഡേഴ്സ് തന്നെ അവർക്ക് മൂന്ന് സെക്ഷൻ ആണുള്ളത്. ഒന്ന് മെയിൻ ലീഡേഴ്സും, ദെൻ അവർക്ക് 2 വിങ് ഉണ്ട്. ഒന്ന് വിമൻസ് വിങ്ങും അതേപോലെ തന്നെ യൂത്ത് വിങ്ങും. ആ പറഞ്ഞോളൂ. ലാൻഡിംഗ് പേജ് ഒന്നും കാണുന്നില്ല. ഹലോ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ലൈക്ക് വേറൊരു പേജ് ഞങ്ങളിപ്പോ കാണുന്നത്. ഞങ്ങൾ പ്രോജക്ട് സെറ്റപ്പിന്റെ പേജായി കാണുന്നത്. ഷെയറിംഗ് ഓഫ് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യാണ്ട് ഒന്നുകൂടെ ഉണക്കിയാൽ ഓണാക്കി കാണുന്നുണ്ടോ? ഹലോ, ഇല്ല, കാണുന്നില്ല. ബ്ലാങ്ക് സ്ക്രീൻ ആണ്. ഇപ്പൊ വിസിബിൾ ആണോ? ഇല്ല, ബ്ലാങ്ക് സ്ക്രീൻ. ഇപ്പൊ എന്താണ് നോക്കി, ഷെയറിംഗ് ഓഫ് ചെയ്യാൻ നോക്കി, ഷെയറിംഗ് ഓഫ് ചെയ്യാൻ നോക്കി. സ്ക്രീൻ കാണുന്നുണ്ട്. ഹലോ, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇപ്പൊ ഷെയറിംഗ് ആണ് മനസ്സിലായി, പക്ഷെ ഞങ്ങൾക്ക് ബ്ലാങ്ക് സ്ക്രീനാണ് വരുന്നത്. ഒന്നും കാണുന്നില്ല അതില്. ഇപ്പൊ ഒരു ആരോഹണ കാണാം, ഒരു പേജ് ലാൻഡിംഗ്. അതെ, ഓക്കെ. ഇതാണ് ഒരു ക്ലയന്റിന്റെ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. അപ്പോ അവര് ഓരോ വർഷവും അവർക്ക് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണെങ്കിലും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മാറും. അപ്പോൾ ആ ഒരു മെമ്പേഴ്സിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിലവിൽ നമ്മൾ മെയിൻ 3 പേരുടെ മാത്രമാണ് മെമ്പേഴ്സിന്റെ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അവരുടെ കമ്മ്യൂണിറ്റി ഫീഡ്സ് ആണ്. ദെൻ ഗാലറി. ഇത്രയാണ് ഈ ഒരു ക്ലയന്റിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള മോഡ്യൂൾസ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അഡ്മിൻ പാനലിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ഒരു ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലയന്റിന്റെ പേരും അതേപോലെ തന്നെ അവരുടെ കളർ കോഡും ഡീറ്റെയിൽസും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടുന്ന് വരും, ലോഗോയും. ഇനി അവർക്ക് ഈ ഒരു ലാൻഡിംഗ് പേജിൽ ഫസ്റ്റ് കാണുന്ന ഒരു സെക്ഷനിൽ അവർക്ക് ലോഗോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
അവർക്ക് ഇവിടെ നിന്ന് ലോഗോ ആഡ് ചെയ്യാം. ഇനി ആ ലോഗോന് തന്നെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റൗണ്ടിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ആ ലോഗോന്റെ സൈസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ബാക്ക്ഗ്രൗണ്ടുള്ള ഇമേജസ് സ്ലൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതല്ലാതെ സ്റ്റില്ലായിട്ട് എപ്പോഴും ആ ഒരു ഇമേജ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കവർ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി സ്ലൈഡറിലേക്ക് ആണെങ്കിൽ സ്ലൈഡറിൽ നമ്മൾ ഇമേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്ലയന്റിന് സ്ലൈഡറായിട്ട് വരും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അബൌട്ട് സെക്ഷൻ ആണ്. അതായത് ആ ക്ലയന്റിന് ഒരു അബൌട്ട് റിക്വയർഡ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അബൌട്ടും ഡീറ്റെയിൽസും നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അതേപോലെ ആ എബൌട്ടിന് എന്തെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജും നമുക്ക് ഇവിടെ കൊടുക്കാം. ഇമേജ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഈ ഒരു കംപ്ലീറ്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ മോഡ്യൂൾസ് ആണ് നമുക്ക് ആ ഒരു ക്ലയന്റിന് വേണ്ടത് എന്നുള്ളത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഓരോ സെക്ഷൻ ഉണ്ട്. ഓരോ സെക്ഷനും നമുക്ക് ഇവിടുന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കണക്ട്സ് ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ്. ഒന്ന് എബൌട്ട്, ദെൻ വിഷൻ ആൻഡ് മിഷൻ, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽസ്, ദെൻ നമ്മൾ പള്ളി, ടെമ്പിൾ അങ്ങനെയുള്ള ചർച്ച് കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഒരു ഓർഗനൈസേഷൻ വിങ്, ദെൻ ഡിവോട്ടി സെന്റേഴ്സ്, ദെൻ അവർ ലീഡേഴ്സ്, ഇവന്റ്സ്, കമ്മ്യൂണിറ്റി ഫീഡ്, ഗാലറി. അപ്പോൾ ഇത്രയും മോഡ്യൂൾസ് ആണുള്ളത്. അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ മോഡ്യൂൾസ് ഉണ്ട്. ഫാമിലി ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിമിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇവിടെ നിന്നാണ്. അതേപോലെ തന്നെ ഈ ഒരു ക്ലയന്റിന് ഒരു സ്പെസിഫിക് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ ഒരു ഓർഡറും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ മോഡ്യൂൾസ് ആയിട്ട് അതൊരു ലാൻഡിംഗ് പേജിലേക്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ദെൻ നമ്മള് ലാൻഡിംഗ് പേജിൽ ആ ഒരു സെക്ഷനാണ് നമ്മളിപ്പോ സെറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓരോ മോഡ്യൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലയന്റിന് ആ മോഡ്യൂൾസ് അവർക്ക് വിസിബിൾ ആയിട്ട് വരും. അതിങ്ങനെ ജസ്റ്റ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു HF തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന ക്ലയന്റിന് വേണ്ട മോഡ്യൂൾസ് ആണ്. ഒന്ന് വിങ്, ദെൻ സെക്ഷൻ. ആ ഫീഡ് തന്നെ നമുക്ക് പബ്ലിക് ആയിട്ട് കാണണോ, അതേപോലെ തന്നെ അവർക്ക് അവരുടെ രജിസ്റ്റേർഡ് മെമ്പേഴ്സിന് മാത്രമാണോ എന്നുള്ളത് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. പബ്ലിക് ആണെങ്കിൽ നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഫീഡ്സ് എന്നും പറഞ്ഞിട്ട് ഇതേപോലെ അവർ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫീഡ്സും അവർക്ക് ലാൻഡിംഗ് പേജിൽ വിസിബിൾ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് അവർക്ക് ഇവന്റ് സെക്ഷൻ ആണ്. അവരുടെ ഇവന്റ്സ് എന്ന് പറയുന്ന അവർക്ക് ഗെയിംസും വരാം, അല്ലാതെയുള്ള നോർമൽ ഇവന്റ്സും വരാം. ആ അങ്ങനെയുള്ളതാണ് അവരുടെ ഇവന്റ്സ് സെക്ഷനിൽ വരുന്നത്. ദെൻ മീറ്റിംഗ്സ് ആണ്. മീറ്റിംഗ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് മീറ്റിംഗ് ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട്. അത് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ളതും, അതേപോലെ തന്നെ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 2 hours മുമ്പ് ഒരു റിമൈൻഡർ കൊടുക്കണോ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ബിസിനസ് എനേബിൾഡ് ആണ്. അതായത് നമ്മൾ ബിസിനസ് റിസീവ്ഡും ഗിവണും ആണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ദെൻ മെമ്പേഴ്സിന്റെ ലിസ്റ്റ്, അതേപോലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ദെൻ ഓർഗനൈസേഷൻ ഹിസ്റ്ററി, ഗാലറി പോർട്ടൽ, കാലണ്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇൻ കേസ് ആ ഒരു ക്ലയന്റിന് എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഈ ഒരു സെക്ഷനിലായിരിക്കും വരുന്നുണ്ടാവുക. ഇനി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക്
മൂന്നെണ്ണമായിട്ട് മൂന്നെണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പൊ സിംഗിൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ട് വരും, ഡബിൾ ആയിട്ട് വേണമെങ്കിൽ ഡബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി വിഷനും മിഷനും ആണ്. വിഷനും മിഷനും നമുക്ക് ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം. ആ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വിഷന്റെ ടൈറ്റിലും അതേപോലെ തന്നെ അവർക്കൊരു ഷോർട്ട് സബ് ടൈറ്റിലും കൊടുക്കണം. അത് രണ്ട് രീതി നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ ഡിസൈൻ ഒന്ന് കോളം വൈസും കൊടുക്കാം, ഒന്ന് ലിസ്റ്റ് വൈസും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ദെൻ ഇവിടെ ഹെഡറോ ഫോട്ടറോ ഉണ്ടെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ആ ലാൻഡിംഗ് പേജിൽ വരുന്ന ഫോട്ടോ ഗാലറി നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് അവർക്ക് പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലയന്റിന് നമ്മൾ ഇപ്പോൾ ഒരു കറന്റ്ലി ഒരു ഇമേജ് വലുതായിട്ടും ബാക്കിയുള്ള ഇമേജസ് അതിന്റെ ഒരു നോർമൽ സൈസിലുമാണ് വരുന്നത്. അപ്പോൾ അല്ലാതെ ഇനി വേറൊരു ക്ലയന്റ് വരുമ്പോൾ നമുക്ക് സെയിം ഡിസൈൻ അല്ലാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രിഡ് ആയിട്ട് കൊടുക്കാം, സ്ലൈഡർ ആയിട്ട് കൊടുക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ഇവിടുന്ന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് സെക്ഷൻ ആണ്. ഈ ലീഡേഴ്സിന് തന്നെ നമുക്ക് ലീഡേഴ്സിൽ ഡിഫറെന്റ് സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നത് അവർക്ക് അവരുടെ മെയിൻ ലീഡേഴ്സിനെയും കാണിക്കണം, അവരുടെ വിങ് ലീഡേഴ്സ് കാണിക്കണം. ഭാവിയിൽ അഗെയിൻ മേ ബി വേറെ വിങ് വരാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വിങ് നെക്സ്റ്റ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലീഡർഷിപ്പ് സെക്ഷനിൽ രണ്ട് ഓപ്ഷൻ ആണല്ലോ, ഒന്ന് ലിസ്റ്റ് ആയിട്ടും നമുക്ക് കൊടുക്കാം, അതേപോലെ തന്നെ ഗ്രിഡ് ആയിട്ടും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്ലയന്റിനെ നമ്മൾ ഡാഷ്ബോർഡിൽ നിന്ന് ഓൺബോർഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സെക്ഷനിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതാണ് ഈ ഒരു HF തൃപ്പൂണിത്തറ എന്ന് പറയുന്ന അവരുടെ ഒരു ലാൻഡിംഗ് പേജ് വരുന്നത്. അവരുടെ ഈ ലാൻഡിംഗ് പേജിൽ വരുന്നത് ഫസ്റ്റ് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ നെയിം, അതേപോലെ തന്നെ അവരുടെ പേര് ദെൻ അവരുടെ റോൾ എന്താണോ, ദെൻ കറന്റ് ഡേറ്റും ഡേയും ആണുള്ളത്. ദെൻ ഓർഗനൈസേഷൻ കലണ്ടറിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ദെൻ അവരുടെ മീറ്റിംഗ് അറ്റൻഡൻസും ഇവന്റ് അറ്റൻഡൻസും ആണുള്ളത്. അതേപോലെ നമ്മൾ ഒരു വീക്കിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മീറ്റിംഗ്സും ഇവന്റ്സും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ കമ്മ്യൂണിറ്റി ഫീഡ്സ്, പിന്നെ അവർക്ക് പ്രെയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രെയർ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സെക്ഷൻ. ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇതും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് കമ്മ്യൂണിറ്റി ഫീഡ്സ് ഉണ്ടെന്നുള്ളത്. ഈ കമ്മ്യൂണിറ്റി ഫീഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ക്ലയന്റ് അഡ്മിൻ ആണ്. ഈ ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് അഡ്മിൻ അല്ല, ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിന് അഡ്മിൻ പവർ ഇല്ലാത്തത് കൊണ്ടാണ് അവർ അഡ്മിൻ സെക്ഷൻ കാണാത്തത്. ഇപ്പോ ഇവിടെ രണ്ട് വിങ്സ് ആണുള്ളത്, ഒന്ന് യൂത്ത് വിമൻസ് വിങ്ങും ഒന്ന് വിങ്ങും. വിമൻസ് വിങ്ങില് അവരുടെ വിമൻസ് ആയിരിക്കും മെമ്പേഴ്സ് ആയിട്ടുണ്ടാവുക. അവര് ഫുള്ളി ശരിക്ക് ഈ ഒരു സബായിട്ടല്ല ഇതായിട്ട് തന്നെയാണ് ശരിക്കും ഇത് ഈ ഒരു പ്രൊജക്റ്റിൽ ആക്ട് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അപ്പൊ ഇതിൽ തന്നെ അവർക്ക് ഈ ഒരു ഇതൊരു ഗ്രൂപ്പ് പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അഡ്മിൻ ഉണ്ടായിരിക്കും. ആ അഡ്മിന് അവരുടെ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും.
അതിന് അവർക്ക് നോട്ടീസ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, പോള് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ എലക്ഷൻ വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള എലക്ഷൻ നടത്താം. ആ എലക്ഷൻ നടത്തുമ്പോൾ നമ്മൾ നോർമലി ഉള്ള എല്ലാ പ്രൊസീജിയറും തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ആദ്യം നോമിനേഷൻ ഇടും. ആ നോമിനേഷന് പിന്താങ്ങാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വേണം. ആ നോമിനേഷൻ ഇട്ട് ക്ലോസിംഗ് ഡേറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ നടക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള വീട്ടിൽ നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ അറ്റൻഡൻസ് ഇടുന്ന പോലെ തന്നെ അവർക്ക് അപ്പോൾ വോട്ട് ചെയ്യാനും സാധിക്കും. അതായത് വോട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അവർ തമ്പ് ഇംപ്രഷൻ ആണ് കൊടുക്കേണ്ടത്. ദെൻ അവർ സെൽഫി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിങ്ങിനകത്ത് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫീഡ്സ് ആണ്. അവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഫീഡ്സ്, അവരുടെ ഫീഡ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. നോർമലായിട്ട് നമുക്ക് ഇൻസ്റ്റയൊക്കെ പോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ഉള്ളത് ഇവർക്ക് അവരുടെ ബർത്ത്ഡേസും അതേപോലെ തന്നെ ആനിവേഴ്സറീസും ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ആവണം എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാതും നോർമൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവന്റ്സ് ആണ്. ഇവന്റ്സ് എന്ന് പറയുമ്പം ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റിന്റെ അഡ്മിനാണ് ഈ ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവന്റ് രണ്ട് രീതിയിലാണ് ഇവന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് നോർമൽ ഇവന്റ് ആയിട്ടും ഒന്ന് സ്പോർട്സ് ഇവന്റ് ആയിട്ടും. സ്പോർട്സ് ഇവന്റ് ആണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് അത് ലൈവായിട്ട് സ്കോർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഏതാണോ സ്പോർട്സ് അതിനനുസരിച്ചിട്ടുള്ള ടീമിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കും. അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ നമ്മൾ നോർമലി ഒരു ക്രിക്കറ്റിൽ എങ്ങനെയാണോ സ്കോർ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. നമ്മുടെ ക്ലയന്റ് എല്ലാവർക്കും ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ആ ഒരു സ്കോർ ലൈവായിട്ട് കാണാനും സാധിക്കും. ഇപ്പോൾ ഇതൊരു നോർമൽ ഇവന്റ് ആണ്. ഈ ഒരു നോർമൽ ഇവന്റ് ഇവർക്ക് നെക്സ്റ്റ് മന്തിൽ നടക്കുന്ന ഒരു പിക്നിക്കാണ് ഇതൊരു ഇവന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇവന്റിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ അവരവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഒന്ന്, എത്ര പേരാണ് ഈ ഇതിന് പങ്കെടുക്കുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് മീറ്റിംഗ്സ് ആണ്. മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഓൺലൈൻ മീറ്റിംഗ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ സാധാ നോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. മീറ്റിംഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും അഡ്മിൻ ആണ്. അഡ്മിൻ മീറ്റിംഗ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡിൽ ഓരോ വീക്കിലെ മീറ്റിംഗ്സ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ നിന്ന് തന്നെ ഓരോ മെമ്പേഴ്സിനും അറ്റൻഡൻസും മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഇവിടെ അവര് ഓൾറെഡി ഡേറ്റ തന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള മീറ്റിംഗ്സ് ആണ്. പക്ഷെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അവരുടെ അറ്റൻഡൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അറ്റൻഡൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു നോർമൽ മീറ്റിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റിംഗ്സ് സെക്രട്ടറിക്കാണ് മിനിറ്റ്സ് മാർക്ക് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ ആ മിനിറ്റ്സ് മാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രസിഡന്റിനോ അല്ലെങ്കിൽ അഡ്മിനോ മാത്രമാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ആ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള പ്രിവിലേജ് സെക്രട്ടറിക്കായിരിക്കും. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് മീറ്റിംഗിന്റെ പേര്, മീറ്റിംഗ് സ്റ്റാർട്ടഡ് ആണോ എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ദെൻ അത് ആർക്കൊക്കെയാണ് ആ മീറ്റിംഗ്സ് കാണേണ്ടത്, ദെൻ ആ മീറ്റിംഗിന്റെ ടൈപ്പ് എന്താണ്, ദെൻ മീറ്റിംഗിന്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മീറ്റിംഗിന്റെ ഡേറ്റ്, ടൈം, അതിൽ പാർട്ടിസിപ്പൻസ്, പിന്നെ ആ മീറ്റിംഗ് എന്നാണ്, എപ്പോഴാണ്
സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ഡേറ്റും ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇത് ഡയറക്റ്റ് നടക്കുന്ന ഒരു മീറ്റിംഗ് അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് എൻഡ് ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് അതിൽ വരുന്നത് ഇവരുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീറ്റിംഗ്സ് നടന്ന് പ്രീവിയസ് മീറ്റിംഗ് നെക്സ്റ്റ് മീറ്റിംഗിൽ അപ്രൂവ് ചെയ്തതിന് ശേഷം അപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ 1-2 പേര് അതിനെ പിന്താങ്ങിയാൽ മാത്രമേ ആ ഒരു മീറ്റിങ്ങിന് എന്താ പറയാ അപ്രൂവ് ആയിട്ട് അവർ കണക്കാക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പ്രീവിയസ് മീറ്റിംഗ്സിന്റെ മിനിറ്റ്സും അജണ്ടയും എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും സമ്മറി ഇപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നമുക്കിവിടെ അത് മെൻഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഇപ്പൊ തന്നെ റിജക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കറന്റ് മീറ്റിംഗ്സിന്റെ അജണ്ടയാണ്. അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്കിപ്പോൾ ഓരോ മീറ്റിംഗ്സ് ഇപ്പൊ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ട്. ഓരോ അജണ്ടയും അതിന് ഡിസ്കഷനുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ എന്താണോ ആ മീറ്റിങ്ങിന് പറഞ്ഞത് ആ മീറ്റിങ്ങിന്റെ മിനിറ്റ്സ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ആ മിനിറ്റ്സിന് നമുക്ക് എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആ മിനിറ്റ്സ് സേവ് ചെയ്യാനും, പിന്നെ അറ്റൻഡൻസ് ഇപ്പോൾ ആരെങ്കിലും മാർക്ക് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അഡ്മിന് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് അറ്റൻഡൻസ് മാർക്ക് അവരുടെ പേഴ്സണെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അറ്റൻഡൻസ് കാണിക്കും. എന്നിട്ട് അത് അഡ്മിൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് അറ്റൻഡൻസ് ആയി മാറുള്ളൂ. അല്ലാത്തവരെയാണ് ഇവിടെ ആബ്സെന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് മീറ്റിംഗിൽ വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് നമ്മൾ ബിസിനസ് ഗിവണും റിസീവ്ഡും ആണ്. നമുക്ക് ജസ്റ്റ് ഒരു ബിസിനസ് നമ്മൾ കൊടുത്തു, അതല്ലെങ്കിൽ ബിസിനസ് നമുക്ക് കിട്ടി എന്നുള്ളൊരു ജസ്റ്റ് ഒരു പർപ്പസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെമ്പർ ഡയറക്ടറി ആണ്. അതായത് ഈ ഒരു ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ലെവൽ ബൈ ലെവലായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ അഡ്മിൻ ആണെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും, അതായത് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ലെവൽ, അതായത് സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, അങ്ങനെ നമുക്ക് കാണാൻ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് താഴെയുള്ള എല്ലാ ലെവൽസും കാണാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ല, ഇനി നമ്മൾ സ്പെസിഫിക് നമ്മളൊരു നോർമൽ എന്താ പറയുക ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമാണെങ്കിൽ നമുക്ക് ആ ഡിസ്ട്രിക്റ്റിലുള്ള അതിന് താഴെയുള്ള മെമ്പേഴ്സിന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ്. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ ഒരു ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിൻ ആണ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്. അവർക്കൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ മിക്ക അസോസിയേഷൻസും 1 ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 6 months ആയിരിക്കാം. അപ്പോൾ ആ ഒരു പീരീഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അവർക്ക് മെമ്പേഴ്സിനെ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ആരൊക്കെയാണെന്നുള്ളത് ആഡ് ചെയ്യാം. വൺസ് അത് നമ്മൾ കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺഫേംഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് അത് ഹിസ്റ്ററി ആയിട്ട് മാറി അവിടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂളിലേക്ക് മാറിക്കിടക്കും. ഇപ്പൊ ഞാൻ നിലവിൽ ഇവിടെ ഇതുവരെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും അതായത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ക്ലയന്റ് കണ്ടിട്ട് അവർ കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിലവിൽ ഉള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. കൺഫേം ആയിട്ടുള്ള എല്ലാവരെയും അത് ഹിസ്റ്ററിയിലേക്ക് മൂവ്. വൺസ് അത് ഹിസ്റ്ററി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാനും പറ്റില്ല. നമ്മളിവിടെ നെക്സ്റ്റ് ഒരു ഓർഗനൈസേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ പീരീഡ് ആയിരിക്കും ഓരോ അസോസിയേഷൻസിനും ഉണ്ടാവാം. അപ്പൊ ആ ഒരു പീരീഡിൽ അവർ എന്തൊക്കെയാണോ ചെയ്തതെന്നുള്ളത് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് അവർക്ക് ഏതാണോ ഇയർ എന്ന് കൊടുക്കാം. ദെൻ അതിന്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് വേറെ എന്തെങ്കിലും URLs കൊടുക്കാൻ
കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അഡീഷണൽ ഫീൽഡ് ഉണ്ടെങ്കിൽ അതും ഫീൽഡ് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് അവർക്ക് ആ ഒരു 1 ഇയറിൽ അല്ലെങ്കിൽ 6 മന്ത്സിൽ എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് അവിടെ നോട്ട് ചെയ്തിട്ട് അത് എന്നേക്കും നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഹിസ്റ്ററി പോലെ ആക്കാൻ പറ്റും. വൺസ് ഒരു ഹിസ്റ്ററി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ചെയ്യാം, നമുക്കത് ചേഞ്ച് ചെയ്യാം, പക്ഷെ ക്ലയൻസിന് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു മെമ്പർ പ്രൊഫൈലാണ്. മെമ്പർ പ്രൊഫൈലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബേസിക് ഇൻഫോർമേഷൻ, ദെൻ അവരുടെ കമ്പനി ഇൻഫോർമേഷൻ, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. ഇവിടെ നമ്മളൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ വിങ്ങില് ഒരു മെമ്പർ, ആ ഒരു ഫാമിലി മെമ്പർ ആ വിങ്ങിൽ ഒരു മെമ്പർ ആണെങ്കിൽ അവരെ ഡയറക്റ്റ് ആയിട്ട് ആ വിങ്ങിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് അവരുടെ വിങ്സും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ദെൻ ഇവർക്ക് ഒരു റിക്വയർമെന്റ് ആയിരുന്നു, അവരെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ബർത്ത്ഡേസും അതേപോലെ തന്നെ ആനിവേഴ്സറീസും ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അവർക്കൊരു ഫോട്ടോ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് എൻ്റെ ബർത്ത്ഡേക്ക് ഇന്ന ഫോട്ടോ ആണ് ഫീഡായിട്ട് വരേണ്ടത് എന്നുള്ളത് എനിക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ. അതേപോലെ തന്നെ ആനിവേഴ്സറിക്കും നമുക്ക് ഫോട്ടോ കൊടുക്കാം. അപ്പൊ നമ്മൾ പൊതുവേ കാണുന്നതാണ് എല്ലാവരും ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫോട്ടോസ് ഒക്കെ ഇടുന്നുണ്ടാവും. അപ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ഫീഡിൽ പോസ്റ്റ് ആവും. ഇനി ഇവിടെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താലും നമുക്കിവിടെ ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പൊ അത് ഇവിടെ ഹൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് വേറെ ആർക്കും അത് വിസിബിൾ ആവില്ല. ഇനി ഇവിടെ ബേസിക് ഇൻഫോർമേഷൻ അഡ്മിന് എല്ലാവരുടെയും ബേസിക് ഇൻഫോർമേഷൻ ഒറ്റ ക്ലിക്കിൽ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബേസിക് ഇൻഫോർമേഷൻ അവിടെ മെമ്പേഴ്സിന്റെ എല്ലാവർക്കും കാണാം എന്നുള്ള രീതിയിൽ അഡ്മിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസ് മോഡ്യൂൾ ആണ്. അതായത് ഈ ഒരു ഇതിൽ വരുന്ന എല്ലാ എക്സ്പെൻസും നമുക്കിവിടെ മാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ആ എക്സ്പെൻസ് ഇപ്പോൾ ഒരു ട്രഷറർ ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഇതിൽ ഓൺലൈൻ പേയ്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ട്രഷറർ അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് പേയ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ട്രഷററാണ് ഈ ഒരു പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഗൂഗിൾ പേ ലിങ്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു പേയ്മെന്റിലേക്ക് പോയി അവിടുന്ന് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ്പെൻസ് വരുന്നത് ഒരു മെയിൻലി 3 കാറ്റഗറിയാണ്. ഒന്ന് ഇയർലി സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്, പിന്നെ ഇവന്റിന്റെ എക്സ്പെൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പെൻസിലുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസ് സെക്ഷനിൽ ഒരു ആണെങ്കിൽ അത് മാത്രമാണ് കാണാൻ പറ്റുക. അത് മീറ്റിംഗ്സിന്റെ അറ്റൻഡൻസും അതേപോലെ ഇവന്റിന്റെ അറ്റൻഡൻസും ആണ് അവർക്ക് കാണാൻ സാധിക്കുക. ഒരു ഇനി അഡ്മിൻ ആണെങ്കിൽ അവർക്ക് എല്ലാവരുടെ അറ്റൻഡൻസും കാണാൻ കഴിയും. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ബഡ്ഡി സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ ഇതിലുള്ളതാണ് OTT MIT ഇടുന്നത്. അത് മിക്ക സമയത്തും ചിലരൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പൊ അതിന് പകരം നമ്മൾ ഒരാളെ മറ്റൊരാൾക്ക് ഒരു ബഡ്ഡി ആയിട്ട് അസൈൻ ചെയ്യും. അപ്പോൾ ഈ മീറ്റിംഗ്സ് ഒക്കെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബഡ്ഡി സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് മീറ്റിംഗ്സിലും ഇവന്റ്സിലും പാർട്ടിസിപ്പേഷൻ 100% ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബഡ്ഡി സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിവിടെ ഒരാളെ മറ്റൊരാൾക്ക് ബഡ്ഡി ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരാണോ നമ്മുടെ ബഡ്ഡി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും.
ദെൻ നെക്സ്റ്റ് വരുന്നത് കലണ്ടറാണ്. കലണ്ടർ നമുക്ക് അഡ്മിനാണ് കലണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു 1 ഇയറിലാണെങ്കിൽ 1 ഇയറിൽ ക്രിയേറ്റ് ചെയ്യാം, 6 മന്ത്സിലാണെങ്കിൽ 6 മന്ത്സിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നീട് അതിൽ നമുക്ക് മീറ്റിങ്സോ ഇവൻറ്റ്സോ എന്ത് ക്രിയേറ്റ് ചെയ്താലും അത് ഓരോ ദിവസത്തെ അതത് ഇതായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കലണ്ടറിൽ അപ്ഡേറ്റ് ആയിട്ട് വരും. ഇത് ഏറ്റവും അവസാനം നമുക്ക് അത് പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ, റിപ്പോർട്ടായിട്ട് പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗാലറി സെക്ഷനാണ്. ഈ ഗാലറി സെക്ഷനിൽ ഇവിടെ ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഇമേജസ് ആഡ് ചെയ്യുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന സെക്ഷൻസ് ആയിട്ടാണ് ഗാലറി ആഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ പൊതുവേ ഉള്ള ഒരു കേസാണ്, ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കും. പിന്നെ നമ്മൾ ആ ഒരു ഫോട്ടോന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് അസൈൻ ചെയ്യാം. ഇത് എല്ലാ മെമ്പേഴ്സിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഫസ്റ്റ് കമ്പൈൻഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ സെക്ഷനിലേക്ക് ഞാൻ 1-2 ഫോട്ടോസ് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് ഇവിടെ വിസിബിൾ ആയിട്ട് വരും. ഇപ്പം നമുക്ക് ഈ ഫോട്ടോസ് നമുക്ക് എടുത്ത് നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലും ഈ ഒരു ആ അന്നത്തെ ദിവസത്തെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ പോയിട്ട് നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഗാലറി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഇതിൽ എക്സ്ട്രാ വരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ മോഡ്യൂളാണ്. പക്ഷെ അങ്ങനെ ഒരു ക്ലയൻറ്റ് നമുക്ക് വരാത്തതുകൊണ്ട് അതിന് എവിടെയും നമ്മൾ കൊടുത്തിട്ടില്ല. ഒന്ന് എഡ്യൂക്കേഷൻ മോഡ്യൂൾ, ഹോസ്പിറ്റൽസ്, അതേപോലെ ചർച്ചും ടെമ്പിൾസ് പോലുള്ള അങ്ങനെയുള്ള ഡിവോട്ടീസും കാര്യങ്ങളുമാണ് പിന്നെ വരുന്നത്. പിന്നെ ഉള്ളത് ഒരു ഫാമിലി ട്രീ ആണ്. അതായത് നമുക്കൊരു ഫാമിലി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഫാമിലി ട്രീ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ആ ഫാമിലി ട്രീക്ക് നമുക്ക് പേര് എന്ത് വേണേൽ നമുക്ക് അസൈൻ ചെയ്യാം. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ട്രീ ആയിട്ട് നമുക്ക് വേണേൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഷിജു സാറിൻ്റെ അണ്ടറിൽ ആരൊക്കെയാണ്, അതേപോലെ അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോ അങ്ങനെ നമുക്ക് ഒരു ട്രീ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഇതും കൂടെ ഈ ഒരു കണക്ട് സൈഡറിൽ വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഈ കണക്ട് സൈഡർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്ന മോഡ്യൂൾസും ഇതാണ് ഇതിൽ വരുന്ന മോഡ്യൂൾസും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ്, ക്ലിയർ. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്ക് കണക്ട് സൈഡറെ കുറിച്ച് പറയാനുള്ളത്.
സൽദ മാം കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ദീപേഷ്. അപ്പം ഇനി അടുത്ത